കാട്ടിയുടെ ആ കൊമ്പിൻ്റെ കനമൊക്കെ കണ്ടോ? രാവിലെ ഈ സാധനത്തെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉയരം എടുത്തതാണ്. എന്തോ അനങ്ങുന്നല്ല ഗായ്സ്, അവിടെ എന്തോ അനങ്ങുന്നു. പുലിയ വല്ലതും ആണോ ദൈവമേ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗവിക്ക് പുറപ്പെട്ട് ഏകദേശം ഇപ്പോൾ കുറേ സമയം കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ പോകുന്ന വഴിയിൽ KCBയുടെ ക്യാൻറ്റീനിലാണ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകാനായിട്ട് നമ്മൾ വന്ന ബസ് ഇവിടെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗവിക്ക് പോകാനായിട്ടുള്ള കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോർഡിൽ നോക്കുമ്പോഴത്തേക്ക് ഗവി 41 കിലോമീറ്റർ, കുമളി 82 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോകാം കേട്ടോ. നൈസായിട്ട് എന്തെങ്കിലും ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. ക്യാമറ അലൗഡ് അല്ല എന്നാണ് തോന്നുന്നത്. അലൗഡ് ആണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. KCBയുടെ ക്യാൻറ്റീനാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മൾ ക്യൂവിലാണ് കേട്ടോ. ക്യൂവിൽ നിന്നിട്ട് ഫുഡ് മേടിക്കാനായിട്ട് ഞാൻ എത്രാമത്തെ ആളാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ചിലരെല്ലൊക്കെ ഫുഡ് മേടിക്കും, ഞാനൊക്കെ ഫുഡ് മേടിക്കാൻ. എല്ലാവരും ഒരു ഹായ് പറയാം. ഇപ്പോൾ നമ്മൾ നൈസായിട്ട് ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചിട്ടുണ്ട് ഫുഡും വെജിറ്റബിൾ കറിയാണ്. നമ്മൾ ഒരുപാട് ദൂരെ യാത്രയാവുമ്പോൾ എടുക്കുന്നില്ല. നൈസായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് പോകാൻ കഴിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഗവിക്ക് വരുന്ന വഴിക്ക് ഇവിടെ KCBയുടെ ക്യാൻറ്റീനിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഒരു പന്നിക്കുട്ടനെ ഇങ്ങനെ പിടിച്ച് കൂട്ടിനകത്തിട്ടേക്കാണ്. അത് ഭയങ്കര കടുപ്പിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. അവിടെ നമ്മൾ ആ കൂട്ടിനകത്ത് ഒരു പന്നി പിടിച്ചിട്ടേക്കുന്നുണ്ട്. പ്രശ്നക്കാരനാണോ നമ്മൾ? അത് പ്രശ്നക്കാരനാണ്. നല്ല അതെ, ഫോട്ടോസ് നല്ല ഇടിച്ച് പൊളിച്ച് കയറി അരിയൊക്കെ എടുത്ത് ഇനിയും ഭക്ഷണ സാധനങ്ങൾ ഇനിയും ഭയങ്കര ശല്യമാണ്. പിന്നെ കൃഷിയൊന്നും വാഴയോ ചെയ്യുമ്പോൾ ഒന്നും കൊല്ലാൻ നോക്കരുത്. ഭയങ്കര ശല്യമാണ്. പക്ഷെ അവർ വല്ല ശല്യം ഉണ്ടാക്കിയ പന്നികളാണ്. അതിപ്പം ഫോറസ്റ്റുകാർ മനസ്സിൽ കൊണ്ടുവിട്ടതാണ്. ഇങ്ങോട്ട് ഇറങ്ങി ഫോട്ടോസ് എല്ലാം ഇടിച്ച് പൊളിക്കുന്ന ഒരു സ്ഥിതിയില്ല. പക്ഷേ തേറ്റയൊന്നുമില്ലല്ലോ. തേറ്റയുണ്ട്. ഫോറസ്റ്റുകാർ തന്നെ പരാതിയായപ്പോൾ കൊണ്ട് കൂട് വെച്ചതാണ്. ഇവർ പിടിച്ചാണ്. അവരിപ്പോൾ ഇന്ന് വന്നത് കൊണ്ടുപോയി ഉൾവനത്തിൽ കൊണ്ടുവിടുമെന്നാണ് കേൾക്കുന്നത്. വേറെ ഉണ്ടോ ഇവിടെ? വേറെ ഉണ്ട് 2-3 ഉണ്ട്. കാട്ടിയല്ലേ ഇത്? എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഗവി എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിന് നടുക്കെല്ലാം ഓരോരോ ദ്വീപുകൾ പോലെ സൈറ്റ് ഓരോരുത്തരും ദ്വീപ് പോലെ നിൽക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല. ചോദിച്ചിട്ട് അവർ കൃത്യമായിട്ട് എനിക്കൊരു മറുപടി തന്നില്ല. പക്ഷേ കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ ഒരു ഇത് ഒഴുകുന്ന ഇതിൻ്റെ സെൻട്രലായിട്ട് തടാകമാണോ നദിയാണോ എന്തുവാന്നൊരു ഒരു പേരും പറയാൻ കിട്ടുന്നില്ല. പക്ഷേ നടുക്കെല്ലാം ദ്വീപ് പോലുള്ള സ്പേസുകളാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ലൈഫിൽ കണ്ടിട്ടില്ല.
ഇനി കാണുമെന്നൊട്ട് അറിയില്ല. പക്ഷേ ചിലപ്പോൾ കാണുമായിരിക്കാം. നമ്മളുടെ യാത്രകൾ അവസാനിക്കുന്നില്ല ഇങ്ങനെ മുമ്പോട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ഇതിനെക്കാട്ടിലും മനോഹരമായ സ്ഥലങ്ങൾ കാണാം. പക്ഷേ ഈ സ്ഥലം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്, എന്നെക്കൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അത്രയും മനോഹരമാണ്. ഇവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് താമസിക്കാൻ പറ്റിയ ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. അതാണ് എൻ്റെ ഒരു മനസ്സ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഓർഡിനറി ഷൂട്ട് ചെയ്ത സൈറ്റാണ് കേട്ടോ. ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്ത സൈറ്റാണ്. ആഴം എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചു തരാം. അതായത് ആസിഫ് അലി എടുത്ത് ചാടുന്ന ഒരു സീൻ കാണിക്കുന്നില്ലേ, അത് ഈ സൈഡിലോട്ടാണ് ചാടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നിട്ട് ഈ ക്യാമറയ്ക്കകത്ത് എത്രത്തോളം ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഏതോ ദൂരെ ഒരു സ്പേസ് കാണുന്നത് അത് പൊന്നമ്പലം മേടാണ് കേട്ടോ. നമ്മൾ ശബരിമലയിൽ മകരവിളക്കൊക്കെ തെളിയുന്ന സൈറ്റാണ്. ദൂരെയാണത് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കൂടാതെ പിന്നെ നമുക്ക് വേറൊരു കാഴ്ചയും കൂടെ ഉണ്ട്. അതായത് ഈ ഒരു സ്പേസിൽ കുറച്ച് പൊളിഞ്ഞ കെട്ടിടം കാണാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് അടുത്തോട്ട് പോയി കാണിക്കാൻ പറ്റുമെന്ന് അവിടെ. വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ശകലം വൈകിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ മലയുടെ മണ്ടയ്ക്ക്, നിങ്ങൾ ഈ കാണുന്ന മലയുടെ മണ്ടയ്ക്ക് ആനകൾ മേയുന്നുണ്ടായിരുന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ ഒരു സീൻ കട്ടായി പോയി, നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴത്തെ ആനയൊന്നുമില്ല. ഇനി പോകുന്ന വഴിക്ക് കാണാം ഒരെണ്ണത്തെ കണ്ടിരുന്നേ കൊള്ളായിരുന്നു. പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗവിക്ക് പ്ലാൻ ചെയ്യും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കണ്ടില്ലേ. ഞാൻ വന്നിട്ട് തന്നെ എനിക്ക് ഒരു ബോറടിയില്ല. അത്രത്തോളം ഇവിടെ കാര്യങ്ങൾ കിടക്കുകയാണ്. പിന്നെ നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തും എന്ന് പറയുന്ന പോലെ ഇവിടെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ തിരക്കി അറിയാൻ ശ്രമിക്കുക. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് കാഴ്ചകളും എല്ലാം ഇവിടെ കാണാനുണ്ട്, അറിയാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വാ കേട്ടോ. നോക്കി പിന്നെ എല്ലാ ഭാഷയും ജിമ്മ് പോകണ്ടാ. 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തുറന്നിരുന്നത് ഇവിടെയാണ് തുടങ്ങുന്നത്. ഷട്ടർ പമ്പയിലേക്ക് വെള്ളം പത്തനംതിട്ട ജില്ലയൊക്കെ വെള്ളത്തിലാവും. ഓക്കെ, അതായത് കക്കി ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് തുടങ്ങി. ഇവിടെയാണ് ഷട്ടർ. ഓ, ഈ സ്ഥലത്തിന് പേരെന്തായിരുന്നു? ആനത്തൂർ. ബൈബിളിൽ പറയും നോഹയുടെ പേടകം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വംശത്തിൽപ്പെട്ട മരമാണ് ഈ നിൽക്കുന്ന മരവലിയ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ ഗവിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗവിയിൽ വന്നപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട്, അതായത് പാസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വരാൻ. അപ്പോൾ ഞാനങ്ങനെയല്ല വന്നത്. അങ്ങനെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, അഥവാ നിങ്ങൾ പാസ് ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ, ഇത് ഗവിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഓഫീസാണ്? ഓക്കെ, ഗവി ക്വാർട്ടേഴ്സിന്റെ ഓക്കെ, ഗവി എക്കോ ടൂറിസം അതിന്റെ ഓഫീസാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിൽ എത്ര രൂപ അടയ്ക്കേണ്ടത് നമുക്ക് ഇവിടെ പാസ്? പക്ഷേ നോർമലായിട്ട് നമുക്ക് പാക്കേജിൽ വരുന്നവരെല്ലാം ഓൺലൈനായിട്ട് ക്യാഷ് അടച്ചിട്ട് വേണം കയറി വരാൻ. കാരണം റിസർവ് ഫോറസ്റ്റ് ആണല്ലോ, നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഇനി അഥവാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3315 രൂപയാണ് പെർ ഹെഡ് താമസത്തിന്. അതിൽ വരുന്നത് 3 നേരം ഭക്ഷണം, താമസം, ബോട്ടിംഗ്, ട്രക്കിംഗ്, കൂടെ ഒരു ഗൈഡ് ഉണ്ടാകും, സഫാരി ഉണ്ടാകും. ഇതെല്ലാം ഇതിൽ വരും 24 മണിക്കൂർ നേരം. അതെ, അതിനാണ് 3315 വരുന്നത്. അതെ. ഹായ്, അപ്പോൾ നമ്മൾ ഗവിയിലെത്തി. ഗവിയിൽ വന്നിട്ട് നമ്മളിവിടെ റിസപ്ഷനിൽ പറഞ്ഞ് പാസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് കിട്ടിയ റൂമാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തെ കാഴ്ചകളൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പുറത്തെ കാഴ്ചകൾ. ഇവിടെ ആരൊക്കെ ഉണ്ട്, താമസക്കാരൊക്കെ ഉണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ 2 പേരും ഇപ്പോൾ റൂമിലേക്ക് കയറി. ഇവിടെ വന്ന് പരിചയപ്പെട്ട കേട്ടോ അവരെ. അപ്പോൾ നാളെയും ഇന്നുമൊക്കെ മരത്തിനകത്ത് പുലിയെന്ന് സിംഹവാലം കുരങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. നല്ല സിംഹവാലം കുരങ്ങ് നമ്മുടെ മേലെ ആ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. സംഭവം എന്തായാലും നമുക്ക് റൂം എടുത്തത് നഷ്ടമായില്ല കേട്ടോ.
ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ ഞാൻ ഒരു കാര്യം കാണിക്കാനായിട്ട് വന്നേ കേട്ടോ. ഞാൻ എന്താ ഈ പൊളിഞ്ഞെടുത്ത് വന്നിട്ട് കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് സംഭവം കിടില കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇത് ശരിക്കും ആനയുടെ അസ്ഥികൂടമാണ് കേട്ടോ. ആനയുടെ ഫുൾ സ്കെൽറ്റൻ എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് വെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കുറവ് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇത് ആനയുടെ വാരിയിലൊക്കെ കിട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെയിൻ്റ് അടിച്ച് വെച്ചേക്കാണ്, വൈറ്റ് പെയിൻ്റ് അടിച്ച് വെച്ചേക്കാണ്. കണ്ടാ ഫുള്ള് എല്ലാം ഉണ്ട്. കാണിച്ചു തരാനൊന്നും ആളില്ല കേട്ടോ. നമ്മൾ വേണമെങ്കിൽ വന്ന് കണ്ടുപിടിച്ച് കണ്ടോണം. അതാണ് അവസ്ഥ. ചിലപ്പോൾ ഇത് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. ഫുൾ കൊമ്പ് സഹിതമുണ്ട് കേട്ടോ. ആനയുടെ കൊമ്പ് സഹിതമുണ്ട്. ഇത് നമ്മുടെ കാട്ടുപോത്ത്, നമ്മൾ കാട്ടുപോത്ത് എന്ന് പറയും. പക്ഷേ ഇത് കാട്ടുപോത്തല്ല, ശരിക്കും കാട്ടിയാണ് കേട്ടോ. കാട്ടിയുടെ തലയാണിത്. ഇത് കാട്ടിയുടെ തലയാണ്, ഇത് കാട്ടിയുടെ തലയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ തൂക്കിയിരുന്നതായിരിക്കണം. പിന്നെ പണി നടക്കുന്ന സമയത്ത് ഇതെല്ലാം ഇളക്കി ഇവിടെ താഴെ വെച്ചതാണ് കേട്ടോ. നല്ല പഴക്കമുണ്ട്, നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. ഇത് കാട്ടിയുടെ ആ കൊമ്പിൻ്റെ കനമൊക്കെ കണ്ടോ. രാവിലെ ഈ സാധനത്തെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉയരം എടുത്തതാണ്. ഒറിജിനലാണ് കേട്ടോ. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ബോട്ടിങ്ങിനാണ് കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിന് പുറപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. 4 മണിക്കാണ് ബോട്ടിങ് പറഞ്ഞിരുന്നത്. എന്തോ അനങ്ങുന്നില്ല ഗായ്സ്, അവിടെ എന്തോ അനങ്ങുന്ന്. പുലിയ വല്ലതും ആണോ ദൈവമേ. ഒറ്റയ്ക്ക് ഉള്ളതാലും പെട്ടാ ഓടേണ്ടി വരുമോ? ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ലേ. അത് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഫുള്ള് വിജനമായിട്ടുള്ളൊരു പ്രദേശം. ഇവിടെ ഒരൊറ്റ മനുഷ്യരല്ല, അത് കാടിൻ്റെ നടുക്ക്. നമ്മൾ ഒറ്റയ്ക്ക് ഗൈസ്, ഒറ്റയ്ക്ക് ചിൽഡ് വിത്ത് വൈൽഡ്. നൈസ്, കൊള്ളാം. ഓക്കെ, ഒറ്റ മനുഷ്യരില്ല, ഒറ്റ പട്ടിക്കുഞ്ഞുങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോകാം. ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ ഗൈഡാണ് കേട്ടോ. അപ്പോൾ പുള്ളിയോട് നമുക്ക് സംസാരിക്കാം, ചോദിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ എങ്ങനെ ആയതാണ് കാര്യങ്ങളൊക്കെ തിരക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് പോകാനായിട്ടുള്ള ബോട്ട്. അതവിടെ റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കയറുക. ഇത് നല്ല ആഴമുള്ള സ്പേസാണ് കേട്ടോ. ഡാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഗവി ഡാമാണ് കേട്ടോ. ചേട്ടാ, നമ്മൾ ഇതിനകത്ത് എവിടെ വരെ പോകും? അത് നമുക്കിവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ആ, ഇവിടെ നമ്മൾ ആദ്യം ആ കോർണറിൽ നമ്മൾ അവിടെ വരെ പോകും. അവിടെ വിട്ട് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുളിച്ചിട്ടൊക്കെ വരാൻ പതുക്കെ. ആ, ഓക്കെ. ഞാനിത് റെക്കോർഡ് ചെയ്തോട്ടെ? ചെയ്തോ. ഓക്കെ, പ്ലീസ് പ്ലീസ് ഗെറ്റ്. നമ്മൾ വള്ളത്തിൽ കയറി, വെള്ളം ചെറുതായിട്ട് ആടുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല. സെൻറ്ററിൽ തന്നെ നടന്ന് പോകാൻ ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യും. ജഗൻ എന്നാണ് കേട്ടോ പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി തുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ അടുത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് വലിയ ശക്തമല്ല, വെള്ളം കുറവാണ്.